മിമുവിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. മൃണ്മയി. ഫുൾ പറ. മൃണ്മയി മൃദുൽ. ചിലര് ബമ്പർച്ചിരിയിലെ മിമു അല്ലേ ബമ്പർച്ചിരിയിലെ മിമു അല്ലേ എന്ന് ചോദിക്കും. ചിലര് മണിമുത്തിലെ മുത്തല്ലേ മണിമുത്തിലെ മുത്തല്ലേ എന്നൊക്കെ ചോദിക്കും. പെൺകുട്ടികള് ചിരിക്കുമ്പോ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈയുണ്ട്. ഒരു ദിവസം ഒരാൾ മരുഭൂമിയിലോട്ട് പോവായിരുന്നു. അപ്പൊ അയാളുടെ കയ്യിലൊരു തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ തേങ്ങ മുറിച്ച് 2 മുറിയാക്കിട്ട് ഒരു മുറി കിടക്കും. ഇല്ല, അയാൾ ഒരു മുറി കിടക്കും, ഒരു മുറി അയാൾ വാടകയ്ക്ക് എടുക്കും. എന്തിനാ മുത്ത എന്നോട് ഇങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ മലയാളത്തിലല്ല, നിന്നോട് ഇംഗ്ലീഷിൽ പറയണോ? ചേച്ചി ചേച്ചി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ സീരിയലിലെ റോൾ. ഹലോ ഹലോ നോ. വീട്ടിലെല്ലാരും സീരിയല് കാണാറുണ്ടോ? അമ്മ ഒഴിച്ച് ബാക്കി എല്ലാരും കാണാം. അമ്മയ്ക്ക് ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ സീരിയൽ കാണില്ല. നെഗറ്റീവ് റോള് ചെയ്യുന്നോണ്ടേ നമുക്ക് എന്തോ പോലെ ആയിരിക്കൂലേ. അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തേലും പറഞ്ഞിനോ? സീരിയലിന്റെ പ്രമോടെ ഇങ്ങനെ ഇത് വരുമ്പോ കൊറേ ചീത്ത കമന്റ്സ് താഴെ വരാറുണ്ട്. ബമ്പർച്ചിരിയിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജസിൽ എന്ന് പറയുമ്പോ മഞ്ജു ആന്റീനെ കൂടുതൽ ഇഷ്ടം. എന്താന്നറിയില്ല, മഞ്ജു ആന്റി ഭയങ്കര കൊഞ്ചല. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. സോ ഇന്ന് നമ്മുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ കൂടെയുള്ളത് മിമു ആണ്. അപ്പം മിമു ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ സീരിയലിലൊക്കെ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ചെറിയ നമ്മുടെ സുന്ദരി കുട്ടിയാണ്. അപ്പം നമുക്ക് വെൽക്കം ചെയ്യാം. മിമു, വെൽക്കം ടു ദി ഷോ. ഫസ്റ്റ് തന്നെ മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. മിമുവിന്റെ ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ. മൃണ്മയി. ഫുൾ പറ. മൃണ്മയി മൃദുൽ. ഓക്കെ, മൃണ്മയി മൃദുൽ, അതാണ് നമ്മുടെ മിമുവിന്റെ ഫുൾ നെയിം. എങ്ങനെയുണ്ട് ക്രിസ്മസ്? നല്ല ആഘോഷം തുടങ്ങിയ? സെലിബ്രേഷൻ ഒക്കെ തുടങ്ങിയ? സെലിബ്രേഷൻ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തില്ല. അപ്പൊ ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് വികാസങ്ങളുടെ ഒരു ഫംഗ്ഷന് പോയി, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അങ്ങനെ. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്മസിനൊരു പാട്ട് കേട്ട് തുടങ്ങിയാലോ? നമുക്ക് മിമു ഒരു പാട്ട് പാടിത്തരുമെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൺ ദി വേ, ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ് ജിംഗിൾ ഓൺ ദി വേ. ഓക്കെ, ഇനി ഇപ്പൊ പുതിയ വിശേഷമൊക്കെ എന്താ? സീരിയലിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഷൂട്ട് ഉണ്ടായില്ലേ ഇപ്പൊ? ഇന്ന് ഷൂട്ടില്ല, ഇനി ഡിസംബറിൽ തന്നെ ഉണ്ട് ഷെഡ്യൂളിന്. ഇനി വിളിക്കുമ്പോ പോകും. എത്ര വയസ്സായി? 7 വയസ്സ്. 7 വയസ്സായി. ഓ, അപ്പോഴത്തേക്ക് സീരിയലിന് നടിയാണല്ലേ? കൊറേ ഫാൻസ് ഒക്കെ ഉണ്ടാ? ഓക്കെ, എങ്ങനെയാ ഈ സീരിയലിലേക്ക് എത്തിയത്? എങ്ങനെയാ? ഞാൻ ബമ്പർച്ചിരിയില് എൻ്റെ അമ്മാമ്മയുടെ ഷോപ്പിൽ ഒരു ആൻറ്റി ഉണ്ട്, അനു എന്ന ആൻറ്റിയുടെ പേര്. ആ ആൻറ്റി എൻ്റെ റീൽസ് ഒക്കെ കണ്ടിട്ട് ഒരു വീഡിയോ ഇങ്ങനെ അയക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബമ്പർച്ചിരിയിലെ അവിടുത്തെ കോർഡിനേറ്റർ അങ്കിൾമാർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ സെലക്ട് ചെയ്തു. സ്റ്റാൻഡപ്പ് കോമഡിയാണ് ഫസ്റ്റ് ചെയ്ത്. പിന്നെ സ്കിറ്റ് ചെയ്തു. 18 സ്റ്റാൻഡപ്പും 9 സ്കിറ്റും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നേ? അവിടെ ഗ്രൂമേഴ്സ് അങ്കിളും ഉണ്ട്. പിന്നെ ഗ്രൂമർ രാഹുൽ അങ്കിളാണ് എന്നെ ഫസ്റ്റത്തെ സ്റ്റാൻഡപ്പ് പഠിപ്പിച്ച്. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ ശ്രുതി പിള്ള ആൻറ്റി. എന്നിട്ട് ഫസ്റ്റ് ബമ്പർ അടിച്ച്, പിന്നെ സ്കിറ്റ് സ്റ്റാൻഡപ്പ് ബമ്പർ അടിച്ചാ. പിന്നെ ഇതിന്ന് തന്നെ ഒരു ഇത് മണിമുത്തിൽ വിളിച്ചു. അപ്പോൾ എല്ലാരും പറഞ്ഞു പോവാ. അങ്ങനെ മണിമുത്തിൽ പോയി. അപ്പൊ ചെറുപ്പത്തിൽ അഭിനയിക്കാനൊക്കെ ഇഷ്ടായിരുന്നോ? ഞാൻ 3 വയസ്സിൽ ഒരു
സീരിയൽ ചെയ്തിട്ടുണ്ട്. 3 വയസ്സിലാ? പാടാത്ത പൈങ്കിളിയിൽ മനീഷ ചേച്ചിയുടെ കുട്ടിക്കാലം. ആ, അപ്പൊ ഇത് എങ്ങനെ ഇങ്ങനെ തുടങ്ങി? അതായത് ആരെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്തതാണോ അതോ മോള് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതാണോ? ഇങ്ങനെ ചുമ്മാ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാ. സ്വന്തമായിട്ട് ചെയ്യൂ? എത്ര വയസ്സിൽ? 3 വയസ്സിൽ ചെയ്ത് തുടങ്ങി. പിന്നെ ഇങ്ങനെ ഓരോ റീൽസ് ഇങ്ങനെ വലിയ വലിയത് ചെയ്തൊക്കെ തുടങ്ങി. ഇപ്പൊ സീരിയലിലൊക്കെ അഭിനയിച്ച് പുറത്ത് ഇങ്ങനെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടാവല്ലോ, എല്ലാരും വന്ന് സംസാരിക്കുക, എങ്ങനെയാണ് റിയാക്ഷൻ? എങ്ങനെ എല്ലാരും സംസാരിക്കുമ്പോ ഭയങ്കര ഇതാ. എല്ലാരും ഫസ്റ്റ് ചിലര് ബമ്പർച്ചിരിയിലെ മിമ്മു അല്ലേ, ബമ്പർച്ചിരിയിലെ മിമ്മു അല്ലേ എന്ന് ചോദിക്കും. ചിലര് മണിമുത്തിലെ മുത്തല്ലേ, മണിമുത്തിലെ മുത്തല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ സന്തോഷാണ് എനിക്ക്. എല്ലാരും വന്ന് ഇങ്ങനെ മിണ്ടുമ്പോ ഫോട്ടോ എടുക്കും. അതുപോലെ എന്താ പറയാ, മോള് കൂടുതലായിട്ട് ചെയ്യുന്നത് ഇതല്ലേ, മോളെ റോൾ എന്ന് പറയുന്നത് നെഗറ്റീവ് റോളാണല്ലോ. അപ്പോൾ ഇങ്ങനെ അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ചിരിയൊക്കെ വരുമോ? ഇല്ല ഇല്ല, അങ്ങനെ അഭിനയിക്കൂ. ഓ, എനിക്ക് ഇവിടെ ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരുമോ? എന്തേലും ഒരു? ചേച്ചി ഇത് ഞാൻ ചെയ്യാം, പക്ഷേ ചേച്ചി കുറച്ചു നേരത്തേക്ക് മണിക്കുട്ടിയാവണം. മണിക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാവായിട്ട് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. ചിലപ്പോ ഞാൻ ചിരിച്ചു പോയി. ശ്രമിക്കാം. നീ എന്റെ അമ്മയുടെ മുന്നിൽ വലിയ ആളാണ് നോക്കുക അല്ലേ? എന്തിനാ മുത്ത എന്നോട് ഇങ്ങനെ പറയുന്നേ? പിന്നെ ഞാൻ മലയാളത്തിലല്ല, നിന്നോട് ഇംഗ്ലീഷിൽ പറയണോ? മതി മതി. ഓ സൂപ്പർ. എന്നാലും എങ്ങനെ ഇങ്ങനെ ചിരി വരാണ്ട് അഭിനയിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ചേച്ചി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ സീരിയലിൽ. ഇല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. എന്നെ കളിയാക്കിയതാന്ന് എനിക്കറിയാം. ചിരിച്ചോണ്ട് പറയാണ്. സാരമില്ല, നമുക്ക് നോക്കാം. എന്നാ മണിമുത്തിൽ എന്തെങ്കിലും റോൾ വരുമല്ലോ വെച്ചാ. അപ്പൊ ഈ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവുമ്പോഴേ ഇപ്പൊ ഏത് ക്ലാസ്സിലാ? അത് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. 2nd സ്റ്റാൻഡേർഡ്. അതിന് ക്ലാസ്സിൽ പോവലുണ്ടാ? ഇല്ല ഇല്ല. പിന്നെ എങ്ങനെ 2nd സ്റ്റാൻഡേർഡിൽ എത്തിയേ? ഇപ്പം 1st സ്റ്റാൻഡേർഡിലായിരുന്നു. ഇപ്പൊ ക്ലാസ് കിട്ടിയില്ല, നോട്ട്സ് എഴുതും, പിന്നെ അത് പഠിപ്പിക്കും. മാം ഇതൊക്കെ പഠിപ്പിച്ചു തരും. പിന്നെ സ്കൂളിൽ ചെന്നപ്പോ എനിക്ക് എല്ലാവരുടെയും കൂടെ ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ല 1st സ്റ്റാൻഡേർഡിൽ. അപ്പോൾ മാം പറഞ്ഞു സാരമില്ല, സ്പെഷ്യലായിട്ട് വേറെ വെക്കണം. അങ്ങനെ അത് എക്സാം എഴുതിയിട്ട് 2nd സ്റ്റാൻഡേർഡ്. 2nd സ്റ്റാൻഡേർഡ് എന്നിട്ട് പോയാ? എത്ര ദിവസം പോയി? 2nd സ്റ്റാൻഡേർഡ് ഓർക്കുന്നില്ല, എനിക്ക് ഓർമ്മയില്ല. മണിമുത്തിലെ മണീന്റെ വിശേഷങ്ങളൊക്കെ എന്താ? ഇപ്പൊ എവിടെയാ അവള്? നിങ്ങൾ സെയിം ക്ലാസ്സിലല്ല? അല്ല, സെയിം ക്ലാസ് അല്ല, രണ്ടാളും 2nd സ്റ്റാൻഡേർഡിലല്ലേ അല്ലേ? ശിവയുടെ വീട് കോഴിക്കോടാണ്, അവളുടെ പപ്പ ദുബായിലാ. അപ്പൊ അവള് ഇപ്രാവശ്യം ദുബായിൽ പോയി, ക്രിസ്മസ് വെക്കേഷൻ അല്ലേ. അപ്പൊ അവളുടെ പപ്പയടുത്ത് ദുബായിൽ പോയി. ഈ ഷെഡ്യൂൾ ആകുമ്പോ അവള് വീണ്ടും തിരിച്ചു വരും. ഷൂട്ടിന്റെ ടൈം ആകുമ്പോ തിരിച്ചു വരും. വീട്ടിലെല്ലാരും സീരിയല് കാണാറുണ്ടോ? അമ്മ ഒഴിച്ച് ബാക്കി എല്ലാരും കാണാം. അമ്മയ്ക്ക് ഞാൻ നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ സീരിയൽ കാണില്ല. അതെന്താ അങ്ങനെ? അഭിനയൊക്കെ അമ്മ സൂപ്പറാന്ന് പറയലില്ലേ? അഭിനയ സൂപ്പറാന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ നെഗറ്റീവ് റോളല്ലേ ചെയ്യുന്നത്. അപ്പൊ അമ്മയ്ക്ക് ഇതാ. അപ്പൊ അമ്മ ഞാൻ സീരിയൽ കാണൂല. അമ്മ സീരിയൽ കാണൂല. അമ്മ സീരിയൽ കാണൂല? ഇല്ല. നെഗറ്റീവ് റോള് ചെയ്യുന്നോണ്ടേ ആർക്കെങ്കിലും ഇങ്ങനെ സാധാരണ നമുക്ക് നെഗറ്റീവ് റോള് ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടൂലല്ലോ സീരിയലിലൊന്നും. നമുക്ക് എന്തോ പോലെ ആയിരിക്കൂലേ? അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിനോ? അല്ല, മോളായോണ്ട് പറയില്ല. ഇങ്ങനെ ഓരോ റീൽസിന്റെ ഈ പ്രൊമോയുടെ ഒക്കെ താഴെ കുറെ ഇങ്ങനെ ചീത്ത കമന്റ്സ് വന്നിട്ടുണ്ട്. പ്രൊമോഷൻ വീഡിയോന്റെ ആണോ? പ്രൊമോഷൻ വീഡിയോയുടെ സീരിയലിന്റെ പ്രൊമോയുടെ ഇങ്ങനെ ഇത് വരുമ്പോ കുറെ ചീത്ത കമന്റ്സ് താഴെ വരാറുണ്ട്. വീടിന്റെ അടുത്തുള്ള എല്ലാരും പറയുന്നു അവള് ചട്ടമ്പിയാണല്ലോ, അവള് ചട്ടമ്പിയാണല്ലോ എന്നൊക്കെ പറയും. അപ്പൊ കേൾക്കുമ്പോ വിഷമാവോ? വിഷമം ആദ്യം കുറച്ച് വിഷമാവും, ഇപ്പൊ വിഷമാവില്ല. ഇപ്പൊ വിഷമമൊന്നുമില്ല, ഇപ്പൊ എല്ലാം സെറ്റ്. ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഓക്കെ. എങ്ങനെ ഈ ഡയലോഗൊക്കെ കുറെ പഠിക്കാനുണ്ടാവൂലേ? അപ്പൊ അതൊക്കെ എങ്ങനെയാ? സ്വന്തമായിട്ട് പഠിക്കുന്നതാണോ അല്ലെ ഡബ് ചെയ്യുവോ? ഈ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ മൈക്ക് ഉണ്ട്, അത് കുറേ ദിവസം ഗ്രൂം ചെയ്തിട്ട് സെറ്റായിട്ട് ഷൂട്ട് വെക്കും. അപ്പോൾ ഷൂട്ട് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം പഠിച്ചിട്ട് ഷൂട്ട് വെക്കും. പിന്നെ സീരിയലിലാണെങ്കിൽ ഫസ്റ്റ് സീന്
എന്തൊക്കെയാണ് സീനെന്ന് ഫുള്ള് വായിച്ചു തരും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇതാവുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഡയലോഗ് പ്രോമിറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മൾ ഡബിന് ചെല്ലുമ്പോൾ അത് തന്നെ പറയണം. ഓ, അപ്പൊ ഡബ് ചെയ്തിട്ടാണ് ഇതാക്കുന്നല്ലേ? അല്ല, നമ്മൾ ഈ സീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡബ് ചെയ്യേണ്ടത്. അതന്നെ മനസ്സിലായി. ഓക്കെ ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഒരു മാജിക് കാണിച്ചു തരാം. അത് ചേച്ചി എന്നെ തിരിച്ചു കാണിച്ചു തരണം. മാജിക് എന്ന് പറയാൻ പറ്റില്ല. മാജിക് ഒന്നുമില്ല, ഒരു ട്രിക്കാ. സിമ്പിൾ അല്ലേ? സിമ്പിളാ. ഓ, കൈ എടുക്കാൻ പറ്റില്ല. ഒന്നുകൂടി കാണി. ഒരു മിനിറ്റ്. ഈ കൈ എടുത്തേ. ഈ കൈ എടുക്ക്. എന്നിട്ട് ഈ മൂക്കിലോക്ക്. ഇങ്ങനെയൊക്കെ ഈ കൈ എടുത്തിട്ട് ഇങ്ങനെയാ? ഈ മൂക്കിലോക്ക്. അല്ല, ഈ മൂക്കിൽ തന്നെ. എന്നിട്ട് ഇങ്ങനെ. ആദ്യമൊക്കെ ആൾക്കാരെ പറ്റിക്കാം. ലൊക്കേഷനിൽ എങ്ങനെയാ മണിക്കുട്ടിയും മുത്തും കൂടി ഇങ്ങനെ കുസൃതിയൊക്കെ കാണിക്കോ? വഴക്കൊക്കെ കേൾക്കാറുണ്ട്? സീരിയലില് അങ്ങനെ ഇങ്ങനെ കുസൃതി വഴക്ക് അടി അല്ലാതെ ഇടയ്ക്ക് വല്ല സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചു വലിച്ച ചിലപ്പോ വഴക്കിടും. എന്തെങ്കിലും ഓർമ്മയുണ്ട് ഇങ്ങനെ വഴക്കിട്ട ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട്? എന്തെങ്ങനെ വഴക്ക് കേട്ടോ എന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട്? വഴക്ക് ആരുടെയും കിട്ടില്ല, ഞങ്ങൾ തല്ലുകൂടിയത്. എന്തോ ഒരു കാര്യം ഓർമ്മയുണ്ട്. ഞാൻ ഒരു ദിവസം ഗ്ലിറ്റർ പേന കൊണ്ടുവന്നപ്പോൾ അത് ഇങ്ങനെ പിടിച്ചു വലിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചിട്ട് എനിക്കാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് നീല കളറ് എനിക്ക് വേണം, നീല കളർ അവൾക്ക് വേണം. ഒരു നീലയും രണ്ടാക്കും നീല കളർ വേണം. ഒരു നീലയും ഒരു ആഷേ ഉള്ളൂ. അപ്പം എനിക്ക് ആഷ് വേണ്ട, നീല മതി. അവൾക്ക് നീല വേണം. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു പിടിയായി. ഇപ്പൊ അവള് പറഞ്ഞ ശരി എനിക്ക് ആഷ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ കൂട്ടാവും. കുറച്ചേരം അടി പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ പിണങ്ങിയിരുന്നിട്ട് എങ്ങനെ ഇരിക്കും കാണിക്കും. ഇടയ്ക്ക് തിരി വരുമ്പോ മുഖത്തോട്ട് വെക്കും. ഒരു ദിവസം ഞങ്ങൾ ഒരു റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോറൊക്കെ തുറന്നു വരുന്ന റീലായിരുന്നേ. അപ്പം ആ ക്യാരക്ടറിന് ഈ ക്യാരക്ടർ എന്നൊരു തല്ലുകൂടി. എന്നിട്ട് പിന്നെ പറഞ്ഞ് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ റീലൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. മണിക്കുട്ടി ആണെങ്കിൽ എന്തോ ഒരു സാധനം കാണിച്ചു. അപ്പോൾ അത് എനിക്ക് വേണം. അപ്പോൾ തല്ലുപിടിയായി. എന്നിട്ട് ഇങ്ങനെ പില്ലോ മൂടിയിട്ട് ഇങ്ങനെ കിടന്ന് എന്നിട്ട് ഇങ്ങനെ അവൾ എന്നെ തലയിൽ ഇങ്ങനെ തോണ്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കി. പിന്നെയും തോണ്ടി നോക്കി. പിന്നെ ഞാൻ അവളെ തോണ്ടി. പിന്നെ അവളെ നോക്കി നോക്കി കളിച്ചിട്ട് അവസാനം ഫുഡും കഴിച്ച് ലഞ്ച് ബ്രേക്കും കഴിഞ്ഞിട്ടാണ് കൂട്ടായത്. നമ്മൾ ഈ സീരിയലില് രാധിക, കാവ്യ എന്ന് പറഞ്ഞ 2 ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം അവരിൽ ആരാണ് പാവം? ആരൊക്കെയാണ് ഈ രാധികയും കാവ്യയായിട്ട് അഭിനയിക്കുന്നത്? അതൊക്കെ ഒന്ന് പറയും. എങ്ങനെയാ അവരായിട്ടുള്ള കൂട്ട്? എല്ലാവരുമായിട്ട് സെറ്റിൽ എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന സുജാത മാസ്റ്ററാണ്. എന്താണെന്നറിയില്ല, മാസ്റ്ററായിട്ട് ഭയങ്കര ഒരു ഇതാണ്. കാവ്യ എന്ന് പറയുന്ന റോള് എൻ്റെ അമ്മയാണ് ചെയ്യുന്നത്, അവന്തിക ചേച്ചിയാണ് ചെയ്യുന്നത്. പിന്നെ രാധിക എന്ന് പറയുന്ന റോള് മണിക്കുട്ടിയുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്, ഷഫ്ന ചേച്ചി. അപ്പൊ അവരായിട്ട് എങ്ങനെയാ? അവരായിട്ടും രണ്ടുപേരുമായിട്ടും നല്ല കൂട്ടാണ്. സെറ്റിൽ എല്ലാവരുമായിട്ടും നല്ല കൂട്ടാണ്. ഭയങ്കര ഹാപ്പിയാണല്ലേ സെറ്റിൽ? അടിപൊളിയാണ്. എല്ലാവരുമായിട്ടും ഭയങ്കര കൂട്ടാണ്. പക്ഷെ ഒരു ഇഷ്ടം കൂടുതൽ മാസ്റ്ററോട്. മോളെങ്ങനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ആരാ? അമ്മയാണോ, അമ്മമ്മയാണോ, അച്ഛനാണോ? വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും. കൂടെ വരുന്നതൊക്കെ ആരാ? അപ്പം ചില ദിവസം ഫസ്റ്റ് ഷെഡ്യൂളിലൊക്കെ അമ്മാമ്മ ഒന്ന് നിൽക്കും. പിന്നെ അമ്മാമ്മയ്ക്ക് ഇങ്ങനെ ഷോപ്പിൽ ഇങ്ങനെ കുറേ ഓണം വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഇതൊക്കെ തയ്ക്കാനുള്ളതുകൊണ്ട് അമ്മാമ്മ ഒരു ദിവസം വന്ന് നിന്നിട്ട് പിറ്റേന്ന് പോകും. ചിലപ്പോൾ 2 ദിവസം വന്നിട്ട് നിന്ന് പോകും. ചിലപ്പോൾ അമ്മാമ്മയ്ക്ക് വർക്കൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ സൂചി നൂല് വെച്ച് ചെയ്യണമെങ്കിൽ അമ്മാമ്മ അത് അവിടെ കൊണ്ടുവരും. അമ്മമ്മ തയ്ച്ചതായി ഉടുപ്പ് ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു. നല്ല ഉടുപ്പ് എൻ്റെ അമ്മാമ്മ തയ്ച്ചു തന്നത്. അമ്മാമ്മയാണ് എൻ്റെ സീരിയലിലുള്ള ഡ്രസ്സസൊക്കെ പലതും അമ്മാമ്മ തയ്ക്കണം. കിടിലം പരിപാടി പോയിന്ന് ഞാൻ കേട്ടല്ലോ. അത് ഞാൻ കണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റാൻഡപ്പ് അടിപൊളിയായിരുന്നു. താങ്ക് യു.
കിടിലത്തിന് പോയപ്പോൾ അത് എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ പേടി അങ്ങനെ എന്തെങ്കിലും? പേടിയൊന്നുമില്ല, കാരണം ബമ്പർച്ചിരി ചെയ്ത് കഴിഞ്ഞതായോണ്ട് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല. ബമ്പർച്ചിരിയിൽ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ബമ്പർച്ചിരിയിൽ ജഡ്ജസിലെന്ന് പറയുമ്പോൾ മഞ്ജു ആൻറ്റീനെ കൂടുതൽ ഇഷ്ടം. അതെന്താണെന്നറിയില്ല, മഞ്ജു ആൻറ്റി ഭയങ്കര കൊഞ്ചല. മഞ്ജു ആൻറ്റി ഭയങ്കര കൊഞ്ചലാ. അങ്ങനെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഡയലോഗും കൂടി പറഞ്ഞു കേൾപ്പിച്ചേരോ? അപ്പം ഞാൻ മഞ്ജു വാര്യർ ആൻറ്റിയുടെ സിനിമയിലെ ഒരു ഡയലോഗ് പറയാം. നമ്മൾ വിചാരിച്ചാൽ ഏത് രാത്രിയും പകലാക്കാം. ഇപ്പോൾ രാത്രി ഒറ്റയ്ക്ക് പെൺകുട്ടികൾ സിനിമയ്ക്ക് പോട്ടെ, ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചു പോട്ടെ, തട്ടോഷ അയക്കട്ടെ, കപ്പിളിനിക്കാരനായിട്ട് സംസാരിച്ചു വെക്കട്ടെ, എന്താ സംഭവിക്കുക? നമുക്ക് നോക്കാം, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? നമ്മൾ രാത്രികളെ വെളുപ്പിക്കാൻ ഇറങ്ങിയാൽ ഇവിടെ പലർക്കും നേരം വെളുക്കും. ഈ ഇരുട്ട് അല്ലെങ്കിൽ രാത്രിയുടെ മറവിന് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാ? ആ മറവെടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? നമ്മളുടെ സ്വാതന്ത്ര്യം എവിടം വരെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാ? നമ്മളാണ്. ഈ രാത്രി എന്ന് പറയുന്നത് സൂര്യന്റെ വെളിച്ചമില്ലാത്ത ചെറിയൊരു തണല് മാത്രം, അല്ലാതെ ലോകാവസാനമൊന്നും അല്ല. സൂപ്പർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ മാസ് ഡയലോഗ് ഒക്കെ പറയൂ? വീട്ടിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ട് ഇങ്ങനെ കോമഡി ആയിട്ടിരിക്കും. ദേഷ്യത്തില് വീട്ടിൽ പറയില്ല. ഇങ്ങനെ സീരിയൽ കാണുമ്പോ ഇങ്ങനെ ഞാൻ ഡയലോഗ് പറയില്ല, അതിനെ ഞാൻ തിരിച്ചു പറയും. പിന്നെ അവളിപ്പോ അത് ചെയ്യാൻ നിക്കല്ലേ, പിന്നെ എനിക്കെന്താ വലിയ ഇതുണ്ടാ സീരിയൽ കണ്ടിട്ട് ഞാൻ എനിക്കെന്താ വലിയ ഇതുണ്ടോ അവിടെ പോയിട്ട് ഇതെടുത്ത് കൊടുക്കാൻ, ഇതെടുക്കാൻ, അതെടുക്കാൻ, ഇതുണ്ടോ? സീരിയൽ കണ്ടിട്ട് എന്നെ തന്നെ ഇരുന്ന് ഞാൻ വഴക്കുറയും. നമുക്ക് വേറൊരു ടാസ്കിലേക്ക് പോവാം. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുമല്ലോ, അപ്പൊ ഞാനൊരു നവരസത്തിന് ടാസ്ക് തരാം. നവരസം എന്ന് പറഞ്ഞാല് എന്താ പറയാ, എന്താണ് എന്റെ പേരെന്തായിരുന്നു? ഇത് കേട്ടിനോ? മറ്റേ ശൃംഗാരം, കരുണം, ഹാസ്യം, അതൊക്കെ കേട്ടിനോ? ഈ കരുണം ഹാസ്യം ഒക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അർത്ഥം എന്താന്ന് എനിക്കറിയില്ല. അർത്ഥം ഞാൻ ഫോട്ടോ കാണിച്ചു തന്നാ മനസ്സിലാവുക? ചേച്ചി കാണിച്ചു തന്നാലേ എനിക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എന്നാലല്ലേ ഓക്കെ, ഇങ്ങനെ ഒരു 9 എണ്ണം ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് മോൾ തന്നെ 4 എണ്ണം പുതിയതുണ്ടാക്കണം. അത് ഓക്കെ ആണോ? 4 എണ്ണം പുതിയതുണ്ടാക്കണം. എന്തേലും ആക്ഷൻ കാണിച്ചാൽ മതി, എന്തേലും. എന്നാൽ 9 എണ്ണം വേണ്ട, നമുക്ക് 4 ആക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ ശൃംഗാരം. കരുണം അറിയോ? ഇല്ല, എനിക്ക് നമുക്ക് ഭയങ്കര പാവായിട്ട് നോക്കൂലേ? നെക്സ്റ്റ് ഹാസ്യം. ഓക്കെ, അത്ഭുതം. ഓ ഡയലോഗ്. ഇനി ശാന്തം. ഓക്കെ, ഇനി മിമ്മുന്റെ 4. ഞാൻ 4 കാണിക്കുന്നതല്ലേ ഇനി? ഇങ്ങനൊക്കെ പേരിടണോട്ടാ. പേരിടണോ? ഇപ്പൊ പേരെന്ന് വെച്ചാല് ഇപ്പൊ അതിങ്ങനെ കാണിക്കുമ്പോ ആരെയും ഓർമ്മ വരുന്നേ, അല്ലെ അത് ആരേറ്റവും കൂടുതൽ കാണിക്കുന്നേ, അങ്ങനെയൊക്കെ തോന്നൂലേ? ബിഗ് ബോസിൽ ഇടണോ? ബിഗ് ബോസ് ഇല്ല. ബിഗ് ബോസിൽ അഖിൽ മാരാറിന്റെ സ്റ്റെപ്പ് കാണിക്കേ, ക്യാമറ നോക്കി കാണിക്കേ. പിന്നെ അപ്പൊ ഇതിന്റെ പേരിട്ട് അഖിൽ ചേട്ടൻ ഡ്രസ് പേരിട്ടില്ലേ? ഇനി ചേച്ചി 2 എണ്ണം കാണിച്ചാൽ ഞാൻ അതിന്റെ കൂടെ പിടിക്കാം. മോള് പറ, ആ രസം ഞാൻ ചെയ്യും. ഭയം. അയ്യോ, അത് അത്ഭുതമാണോ? സോറി. നമുക്കിനൊരു ഗെയിമിലേക്ക് പോവാം. ഒരു അടിപൊളി ഗെയിമാണ്. 2 പ്രോപ്പർട്ടി വരാനുണ്ട്. ഓക്കെ. പ്രോപ്പർട്ടീസ്. എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? ഇഷ്ടപ്പെട്ടാ? അടിപൊളി. ഇത് വെച്ച് നമ്മൾ എന്ത് ഗെയിം കളിക്കും? ആലോചിക്കും. സമയം തരും. എന്റെ ഇന്റർവ്യൂ മുന്നേ കണ്ടിട്ടുണ്ടോ? ഹലോ, ഞാൻ പ്രിപ്പയർ ആവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ടാസ്ക് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ട്, മോളെ കയ്യിലുണ്ട്. അപ്പം ആദ്യത്തെ 1 മിനിറ്റിൽ
ആരാണ് ഏറ്റവും കൂടുതൽ കഴിച്ച് കഴിയുന്നേ അവരാണ് വിന്നർക്ക് ഇവർ ഗിഫ്റ്റ് തരും, ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, തരും. ടൈം സ്റ്റാർട്ട്സ്. നക്കരുത്. ടൈം സ്റ്റാർട്ട്സ് നൗ. സെൻസിറ്റിവിറ്റി. ഞാൻ കഴിച്ചോ? ഇഷ്ടമാണ് ഐസ്ക്രീം. ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനിങ്ങനെ ടോപ്പിക്കൊക്കെ മാറ്റാൻ നോക്കും. വേണ്ട, തൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ തോറ്റ്. എന്താ വന്നു ഈ ചലഞ്ചിൽ വേണ്ടെന്ന് വെച്ചിട്ടാ. അയ്യോ, ഞാൻ ചോദിച്ചോക്കെ ഞാൻ ഇന്നത്തെ ചാമ്പ്യൻസാ. ചേച്ചി ഇനിയുണ്ടോ ഇതേപോലെ മനോഹരമായ ടാസ്ക്? പിന്നെ എൻ്റെ ഇന്റർവ്യൂ ഫുള്ള് ഇങ്ങനെ ടാസ്ക് ഇനിയും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കുസൃതി ചോദ്യം ചോദിക്കും, മോക്കും ചോദിക്കാം. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചിട്ട് മോള് തെറ്റുത്തരം, അത് മോക്ക് ഉത്തരം അറിയില്ല, കറക്റ്റ് ഉത്തരം പറഞ്ഞതാണെ ഒന്നുമില്ല. തെറ്റുത്തര പറയുന്നെങ്കിൽ എൻ്റെ കയ്യിൽ സാന്റാക്ലോസിൻ്റെ ഡ്രസ്സ് ഉണ്ട്. സാന്റാ പൂപ്പൻ ഇട്ട് വരുന്ന ഡ്രസ്സില്ലേ, അത് തൊപ്പിയുണ്ട്, മുഖം മൂടിയുണ്ട്, മറ്റേ എന്താണ് ഷർട്ട് പാൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ തെറ്റുത്തരം പറയുമ്പോഴും ഇതിൽ ഓരോന്നും നമ്മൾ എടുത്തിടണം. ഓക്കെ, ഇപ്പോൾ ഒരു തെറ്റുത്തരം പറഞ്ഞാൽ ഷർട്ട് ഇടണം, ഒരു തെറ്റുത്തരം പറഞ്ഞാൽ പാൻറ് ഇടണം. അങ്ങനെ ടാസ്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, നമുക്ക് തുടങ്ങാം. മോള് തുടങ്ങുന്നു, ഞാൻ തുടങ്ങുന്നു. ചേച്ചി തുടങ്ങിക്കോ. ഓക്കെ, പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി. പൊക്കം കാരണം ആളുടെ കൂടെ നിൽക്കണം. ഇവക്കറിയാ. പെൺകുട്ടികള് ചിരിക്കുമ്പോ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈയുണ്ട്. ഇവക്ക് അറിയാൻ പറ്റും. മരണത്തിന് വരെ കാരണമായ കടം ഏതാണ്? സങ്കടം. അല്ല, മരണത്തിന് വരെ കാരണം ആകുന്ന കടം ഏതാണ്? അയ്യോ, ഇത് എനിക്ക് അറിയാം. ഇത് എന്താ മരണത്തിന് വരെ കാരണമാകുന്ന കടം ഏതാണ്? മരണത്തിന് വരെ കാരണമാകുന്ന കടം അറിയില്ലല്ലോ. സങ്കടമല്ല. നമുക്കെന്നാ ഞാൻ അങ്ങനെ തരട്ടെ? തന്നോളൂ. ഓ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്നൊക്കെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഞാൻ പാൻറ് ഇടാം. അങ്ങനെ നമ്മളെ മിമു ഡ്രസ്സൊക്കെ മാറ്റി പാൻ്റ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ? ഓക്കെ, ഇനി തെറ്റുത്തരം പറഞ്ഞാൽ ഞാൻ അടുത്ത സാധനം തരും. ഇനി എന്നോട് ചോദിക്കാം. ചേച്ചിയോട് ചോദിക്കട്ടെ. ഒരു ദിവസം ഒരാൾ മരുഭൂമിയിലോട്ട് പോവായിരുന്നു. അപ്പൊ അയാൾക്ക് അയാൾക്ക് ഭയങ്കര ഒരു ക്ഷീണം. എവിടെങ്കിലും കിടക്കണം, കിടക്കാൻ വേണം. അപ്പൊ അയാളുടെ കയ്യിൽ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഇതിപ്പോ ഓൾറെഡി പറഞ്ഞു, ആ തേങ്ങ മുറിച്ച് 2 മുറിയാക്കിട്ട് ഒരു മുറി കിടക്കും. അതാണ് ഉത്തരം. അല്ല, രണ്ടാമത്തെ ഉത്തരം പറ. അടുത്ത ചോദ്യം എന്താ? അല്ല, അയ്യോ ചേച്ചിക്ക് രണ്ടാമത്തെ ഉത്തരം പറയണ്ട. കിടന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ഉറങ്ങൂ? ഇല്ല, അയാൾ ഒരു മുറി കിടക്കും, ഒരു മുറി അയാൾ വാടകയ്ക്ക് കൊടുക്കും. ചേച്ചിക്കുള്ള പാൻറ്, ചേച്ചിക്കുള്ള പാൻറ്. ഗൈസ്, ഈ പാൻറിന്റെ വലിപ്പം കണ്ട? ഇത് ആരതാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ഊഹിക്കുന്നുണ്ട്. ഞാൻ ഇത് ഇവിടെ വെക്കുന്നുണ്ട്, ഞാൻ ഇടുന്നില്ല. എനിക്ക് ഡ്രസ്സ് മാറ്റാൻ വയ്യാത്തോണ്ടാണേ. ടോപ്പ് ഇടാം. ഇട്ട്. നെക്സ്റ്റ് എന്നോട്. ഓക്കെ, പേരിന്റെ കൂടെ ഇനീഷ്യലുള്ള ജീവി. അങ്ങനെ അടുത്ത് എന്ത് വേണം? ഷർട്ട് തരാം. ഷർട്ട്. ഗൈസ്, നല്ല സൂപ്പർ പുത്തൻ സാധനല്ലേ ഇതാണ്. നമുക്ക് മാറ്റാം. 1 2 3. സൂപ്പർ. ഒരു സാധനം കൂടി ഒന്ന് സെറ്റ് ആവും. അയ്യോ, ഉത്തരം അറിയില്ലല്ലോ. ഇല്ല. ഓക്കെ, ചിമ്പാൻസി. വളരെ നല്ല ഉത്തരം. ഇഷ്ടപ്പെടല്ലോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ സാധനം പൊട്ടിക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. ഇനിയാണ് ഞാനും ക്യൂട്ടാവട്ടെ. അയ്യോ ചേച്ചി, എന്താ ഇത് പറഞ്ഞപ്പോഴാ തെങ്ങിന്ന് വീണ്. ആര്? തേങ്ങ.
ഇത് ചേച്ചിക്ക് അറിയാം. ഞാൻ വേവ് ലെങ്ത് സെയിം അതാ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. പൊഞ്ഞ തിന്ന് വെള്ളി തുപ്പി. ആലോചിക്കട്ടെ. ചേച്ചിക്ക് അറിയില്ല. എനിക്കും അറിയില്ല. അതെനിക്കറിയില്ല. ആൻസർ എങ്ങനെ അതെങ്ങനെയാ വരിക? അതെങ്ങനെ? ചോള ചക്കര കുരു സിൽവർ അല്ല. അതൊന്നും അറിയില്ല. ഈ വെറൈറ്റി മീഡിയയുടെ റാസ്യങ്ങളാണ് എനിക്കിത് പറഞ്ഞു തന്നത്. റാസ്യങ്ങളുടെ ഉത്തരാണ്. ചേച്ചി എനിക്ക് നേരത്തെ തന്ന ഷർട്ടല്ലേ രണ്ടാമത്, അപ്പൊ ഞാനും ചേച്ചിക്ക് രണ്ടാമത് ഷർട്ട് തരുന്നു. ക്യാച്ച്. മാന്തം നോറും വലുതാവുന്നത് എന്ത്? കുഴി. ഇല്ല, ഇത് ചേച്ചി എന്തോ ഇത് ചേച്ചി എല്ലാം പഠിച്ചു വെച്ചിട്ട് വന്നിരിക്കും. ക്ലാസ് വരുന്ന. ഇല്ല, ചേച്ചി എല്ലാം പഠിച്ചിട്ടാ വരുന്നത്. ആരും യാത്ര ചെയ്യാത്ത ബസ്. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5. ടൈം ഔട്ട്. പറഞ്ഞത് മണ്ടത്തരവും പറഞ്ഞിരുന്നു. ഇല്ല, 5 വരെ കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. ആൻസർ സിലബസ്. ചേച്ചിയുടെ അടുത്ത സാധനം ക്രിസ്മസ് പപ്പ. ഇവിടുന്ന് കരോളം കഴിഞ്ഞ് നമ്മൾ പോകുള്ളൂ. 3 2 1 ചേച്ചി എവിടെ? മേരി ക്രിസ്മസ്. എങ്ങനെയുണ്ട്? താടി എവിടെ ഉണ്ട്? അത് തന്നെ തടി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇപ്പൊ ചോദിക്കാം. ഇപ്പൊ നമ്മൾ രണ്ടാളും ക്രിസ്മസ് പപ്പ വെപ്പും കണ്ടോ? വെളുക്കുമ്പോൾ കറുക്കുന്നതും കറുക്കുമ്പോൾ വെളുക്കുന്നതുമായ സാധനം. അയ്യോ, ഇത് എനിക്ക് ചോദിക്കുമ്പോ എന്തോ ചേച്ചി ശരിക്കും ക്രിസ്മസ് പപ്പ. ഓ, വേഗം പറഞ്ഞോ. ഒന്നും കൂടി ചേച്ചി. വെളുക്കുമ്പോൾ കറുക്കുന്നതും കറുക്കുമ്പോൾ വെളുക്കുന്നതുമായ സാധനം. എനിക്കറിയില്ല ക്രിസ്മസ്. എവിടെ? ഹിയർ കംസ് ദ കുട്ടി സാന്റ. കേൾക്കുന്നുണ്ട് കുഞ്ഞു പപ്പു, പറയൂ. അപ്പൊ നമുക്ക് എന്നൊരു ഡാൻസ് കളിച്ചാലോ? ഓക്കേ. മതി, ഞാൻ മാറും. ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റൂലല്ലോ. എന്താ ഡ്രസ്സൊന്നും മാറ്റുന്നില്ലേ? മാറ്റുന്നില്ല. ഓക്കെ, വീട്ടിൽ കൊണ്ടുപോവാ. ഓക്കെ, നമ്മൾ കുറെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ചില്ലേ? നമുക്കൊരു ചോക്ലേറ്റ് കഴിച്ചാലോ? ചേച്ചി തലപ്പോയിക്കാൻ ഞാൻ പറയല്ല. ഇല്ല. ഓക്കെ, പക്ഷെ ഇത് വെറുങ്ങനെ കഴിക്കാൻ പറ്റൂല. ഗെയിം ഉണ്ട്. എന്താ ഗെയിം പറയും? ചേച്ചി എന്താ പറയും? ഇല്ല, സിമ്പിളാ. പറ ചേച്ചി പറ. സിമ്പിളാ, പറ. ആലോചിച്ച് നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? ആദ്യം കഴിച്ചിരുന്നു. ഞാൻ പറയും പൊളിക്കാൻ. ആദ്യത്തെ 1 മിനിറ്റില് ആരാണ് ആദ്യം കഴിയുന്നത്? നേരത്തെ ഞാൻ തോറ്റു, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ജയിക്കും. വാശി. അതാ മറ്റേ സീരിയലൊക്കെ ഡയലോഗ് അറിയില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ ജയിക്കും. ചിരിപ്പിക്കല്ല. ഞാൻ നേരത്തെ വഴിയാക്കി. ഞാനാ പറ, ഞാനാ ജയിച്ചെന്ന് പറ. എന്നാലും ഏറ്റവും ടഫ് ഐസ്ക്രീമാണ്. ഐസ്ക്രീം അത് ഞാൻ തോറ്റു, സമ്മതിച്ച്. ഇതിലെന്നെ തോപ്പിക്കാതാവില്ല. ഗിഫ്റ്റ് ഉണ്ടാക്കി ചോദിച്ചോണേ. ഇപ്പൊ മോളിപ്പം മണിമുത്ത് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ തന്നെ വേറെ സീരിയൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല ഓഫേഴ്സ് സീരിയലിനോ സിനിമ എന്നൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ മണിമുത്ത് സീരിയലിൽ നിന്ന് മണിമുത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ 2 മൂവി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? ആരാ കൂടെയാ? സ്വാസിക ചേച്ചിയുടെ കൂടെയും രാഹുൽ മാധവ് അങ്കിളിന്റെയും കൂടെ,
ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഞാൻ 3 പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരെ കൂടെ എന്ന് പറഞ്ഞുതരോ? സസ്പെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരെ കൂടെ ഏറ്റവും അഭിനയിക്കാൻ ഇഷ്ടം? ആരെ കൂടെ ആഗ്രഹം? ദുൽഖർ സൽമാൻ അങ്കിളിന്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം, പക്ഷെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഏറ്റവും ഇഷ്ടം ദുൽഖർ സൽമാൻ്റെ ഇങ്ങനെ അത് ഏതെങ്കിലും മോളോ അങ്ങനെ ഇതില്ലേ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഊരിച്ച് നമുക്ക് പോവല്ലേ? ഓക്കെ, അപ്പം ഇത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്ന മിമുക്കുട്ടിക്ക് താങ്ക് യു. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഇനിയും കുറേ നല്ല നല്ല പ്രൊജക്ട്സ് ഒക്കെ ചെയ്ത് വലിയൊരു നടിയായിട്ട് മാറട്ടെ. താങ്ക് യു. വെൽക്കം. ബൈ ബൈ.